ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഗായ്സ് ഇന്നെന്തായാലും ഒരു പുതിയൊരു വീഡിയോയിലാണ് ഗായ്സ് ഇന്നെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D, അതായത് നമ്മുടെ IBD 3D. അപ്പം ഇന്ന് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഒരു പുതിയൊരു സ്റ്റോറി വീഡിയോയിലാണ് നമ്മളെന്തായാലും വന്നേക്കണം. അപ്പോൾ ഇത് നമ്മുടെ മറ്റേ ഫോർച്യൂണറിൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പേ എന്തായാലും നമ്മുടെ ഫോർച്യൂണറിൻ്റെ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും രണ്ടെണ്ണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മളെന്തായാലും ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാനാണ്, ഒരു വൈറ്റ് കളർ ഫോർച്യൂണറിൻ്റെ വീഡിയോ ആണ്. അതും ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫോർച്യൂണർ വെച്ച് നമ്മളെന്തായാലും പോലീസുകാരുടെ ആണെന്ന്, അതായത് നമ്മുടെ പോലീസുകാരുടെ നമ്മളെന്തായാലും രക്ഷപ്പെട്ടൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ എസ്കേപ്പിംഗ് ഫ്രം പോലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തായാലും ഇട്ടിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മുടെ പോലീസുകാരുടെ എന്ന് പറഞ്ഞെങ്കിൽ രക്ഷപ്പെടുകയാണ് വെച്ചാൽ നമ്മളാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് എന്തായാലും വണ്ടിയൊക്കെ അടിച്ചു മാറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗത്തോട്ട് തന്നെ വലിയൊരു കേസും കാര്യങ്ങളൊക്കെ എന്തായാലും അങ്ങനെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. ഇത് നമ്മുടെ തേർഡ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ എന്തായാലും ഒളിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഫോർച്യൂണറാണ് ഗൈസ് ഈ കിടക്കണത്. വണ്ടി പോലീസുകാരെ വെടി വെച്ച് അടിച്ച് പൊട്ടിച്ചിരുന്ന് സൗണ്ട് പൊടിയാക്കി കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. വണ്ടി പോകന്മാർ ഫുള്ളായിട്ട് വെടി വെച്ച് ആകെ നശിപ്പിച്ചൊരു പരിവാക്കിയിട്ടുണ്ട്. വണ്ടിയുടെ കണ്ട ഫ്രണ്ടിലത്തെ ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ട്, പിന്നെ സൈഡൊക്കെ പോയിട്ടുണ്ട്, പിന്നെ ടയറും പോയിട്ടുണ്ട്, പിന്നെ വണ്ടിയുടെ ഗിയർ ബോക്സും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്. നമ്മുടെ സ്വിഫ്റ്റാണെങ്കിൽ ഒരു വേറൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. അന്നത്തെ സീൻ കഴിഞ്ഞതിന് ശേഷം അവ എന്തായാലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും എൻ്റെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ആ വണ്ടി എടുത്ത് നേരെ ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ടിരുന്നു. എൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സും പൊട്ടി, പിന്നെ അതിൻ്റെ ആ ഒരു നമ്മൾ കീയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണ ആ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി അവ ഇളക്കിയിട്ട് എന്തോ ബട്ടനൊക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള കണക്ഷനൊക്കെ ഇളക്കിയപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടായത്. ചെമണി കള്ളന്മാരൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് മറ്റേ കേബിളൊക്കെ ഇളക്കി വണ്ടി സ്റ്റാർട്ടാക്കില്ല, അതേപോലെയാണ്. ഇവനും അതേപോലെ ഇളക്കി സ്റ്റാർട്ടാക്കി വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടേക്കാണ്. ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ രാത്രി പോയി വണ്ടി അടിച്ച് മാറ്റി. പക്ഷെ വണ്ടിയാകെ അലമ്പായി കിടക്കുകയാണ്. എന്തായാലും ആ വണ്ടി ഇപ്പോൾ സേഫാണ്, പക്ഷെ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അത് നമ്മുടെ വണ്ടിയാണ്. ഇതും നമ്മുടെ വണ്ടിക്ക് തന്നെയാണ്. നമ്മൾ അടിച്ചു മാറ്റിയ വണ്ടിയാണ്. പക്ഷെ ഈ വണ്ടി കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗിയർ ബോക്സും ഞങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട്. ആ ഒരു കുഴപ്പമേ ഉള്ളൂ. ഇതിൻ്റെ ഗിയർ ബോക്സും ഞങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട് ഗിയർ ബോക്സ് മാത്രമല്ല, വണ്ടിക്ക് ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും, പക്ഷെ വണ്ടി ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യമൊക്കെ. ഈ വണ്ടി പിന്നെ ഇപ്പം എന്തായാലും 4th ഗിയറിൽ ഞങ്ങളൊക്കെയാണ് കിടക്കണം. ഫിഫ്ത്തിലിടാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എന്തായാലും വണ്ടി ശരിയാക്കാൻ കൊടുക്കുന്നത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് എന്തായാലും പെട്ടിരിക്കുകയാണ്. നമുക്ക് മിക്കവാറും ഈ സിറ്റിയിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടേണ്ടി വരും. ഈ സിറ്റിയിൽ ഫുള്ളായിട്ട് നമ്മളെന്തായാലും പെട്ടെന്തായാലും നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഒരിടത്ത് കയറി വണ്ടി റെഡിയാക്കാൻ പറ്റൂല. അതാണൊരു കുഴപ്പം. വണ്ടി നല്ല പുക വരുന്നുണ്ട്, പക്ഷേ സീനില്ല. നമുക്കെന്തായാലും ഈ ഒരു ഫോർച്യൂണർ എടുത്തുകൊണ്ട് നമുക്ക് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഈ വണ്ടിയിൽ നല്ല പുക വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ബ്രേക്കിന് ചെറിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട് എനിക്ക്. നമുക്കെന്തായാലും എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് കഴിച്ചിട്ടൊക്കെ വരും. ബ്രേക്കിന് ചെറിയ പിടുത്തമുണ്ട്. എനിക്ക് തോന്നുന്നത് ഫുള്ള് പോയെന്ന് തോന്നുന്നു. പക്ഷെ അതിന് മാത്രമുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പോലീസുകാർ കുറച്ച് വെടിവെച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഇത് പോയി, ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയി. വണ്ടി ഓടുന്നൊക്കെ ഉണ്ട്, പക്ഷെ വലിയ സ്പീഡൊന്നുമില്ല. വണ്ടി 70-ലാണ് പോകണം, അതിനും മേലെ കയറുന്നില്ല. വണ്ടി 4th ഗിയറിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇത്രയെങ്കിലും ഓടുന്നത്. ഗിയർ മാറ്റാൻ പറ്റുമല്ലോ. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയി കഴിച്ചിട്ട് വരും. ഈ വണ്ടിയുടെ കണ്ട ഗിയർ നിൽക്കണില്ല. വണ്ടി അല്ലാതെ തന്നെ സ്പീഡിൻ്റെ ഭാഗമായിട്ടാണ് കണ്ട നിൽക്കണ്ട. വണ്ടി നിൽക്കണില്ല. വണ്ടിയുടെ ബ്രേക്കിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടോ എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും പോയി എന്തെങ്കിലും പോയി കഴിച്ചിട്ടൊക്കെ എന്തായാലും വരാം.
ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. വയറൊക്കെ ആകെ ഫുള്ളായിട്ടിരിക്കുകയാണ്. ഓക്കെ, ഉപ്പോ ഭയങ്കര വലിയ ഫുഡൊക്കെ ആയിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഫോർച്യൂണറിലോട്ട് കയറാം. ഓക്കെ, നമ്മുടെ ന്യൂസിലും ടി വിയിലും പേപ്പറിലും എല്ലായിടത്തും ഇപ്പോൾ ഞാൻ പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, കാരണം വെച്ചാൽ അത്രയും റെയറായിട്ടുള്ളൊരു വണ്ടിയാണ് ഞാൻ അടിച്ചു മാറ്റിയത്, ഫോർച്യൂണർ. ഓക്കെ, 60 ലക്ഷത്തിൻ്റെ വണ്ടിയാണെങ്കിൽ അത് മാത്രമല്ല, ഈ വണ്ടി ടോപ്പും കൂടെയാണ്, ഏറ്റവും ടോപ്പ് വേരിയൻറ്റും കൂടെയാണ്. ഓക്കെ, ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ നിന്നാണ് അടിച്ചു മാറ്റിയൊക്കെ. അവൻ്റെ ബാക്കിയുള്ള എല്ലാ വണ്ടികളും സർവീസിനും എടുത്തു. ഓക്കെ, ഇനിയുണ്ട് വണ്ടി. ഓക്കെ, അതുമാത്രമല്ല, ഞാനാണെങ്കിൽ അവൻ്റെ പഴയ ഫോർച്യൂണർ ആണെങ്കിൽ സൈഡ് ഉരയ്ക്കുകയും ചെയ്തു. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം അവന് കാണുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. എന്തായാലും നമുക്കെന്തായാലും വണ്ടി എന്തായാലും ഒരു സ്ഥലം വരെ പോയിട്ട് എന്തായാലും വരാം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്ക് പോയിട്ട് ഒരു പുതിയ മാസ്കൊക്കെ ഒന്ന് വാങ്ങിച്ചെന്തായാലും ഇടാം. കാരണം നമ്മളിപ്പോൾ ഫുള്ളെടുത്ത് പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, വണ്ടിയുടെ ബ്രേക്കും കിട്ടണില്ല, അതുപോലെ ഗിയർ ബോക്സും പോയി കിടക്കുകയാണ്, ശരിയാക്കണമെന്ന്. പിന്നെ വല്ല നോക്കാം, നമുക്ക് പെട്ടെന്ന് പോയിട്ടൊരു മാസ്ക് വാങ്ങിച്ചിടാം. കാരണം വെച്ചാൽ മാസ്ക് ഇടില്ലെങ്കിൽ നമ്മളിപ്പോൾ പെടും കേസ്. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ ഒരു ഇതിൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കടയുണ്ട്. ഓക്കെ, ഇതാണ്. ഓക്കെ, അയ്യോ കണ്ട, വണ്ടിയുടെ ബ്രേക്ക് കിട്ടണില്ല. കണ്ട, വണ്ടിയുടെ അങ്ങനെ അടിക്കുകയാണ്. വണ്ടിയുടെ സ്പീഡ് കൊണ്ടാണ് വണ്ടി നിൽക്കണേ. ഓക്കെ, ഞാൻ അധികം സ്പീഡ് എടുക്കണമല്ലോ, ഇതിൻ്റെ ബ്രേക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. കണ്ട, സൈഡിലത്തെ ഡോറൊക്കെ പോയി കിടക്കുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്യേ. ഓക്കെ, ഞാൻ എന്തായാലും പക്ഷേ തൽക്കാലത്തേക്ക് ഒരു മാസ്ക് എടുത്ത് ചുമ്മാ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നമുക്ക് ഫുള്ളായിട്ട് നല്ലൊരു മാസ്ക് വേണം. ഓക്കെ, ഞാൻ എന്തായാലും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ ഗൈസ്, ഞാൻ പിന്നെ മാസ്ക്, പിന്നെ 5-6 ഗൺസ്, സ്റ്റിക്കി ബോംബ്, പിന്നെ ഏതാണ് വേറെ 2-3 സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഗൺസൊക്കെ എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാക്ക് വന്നാൽ നമുക്ക് പിടിച്ച് ചെയ്യണ്ട, അതിന് വേണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ പിന്നെ ഏതാണ് ഒരു ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബെൽറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ അന്ന് കെട്ടി, നമ്മുടെ വയറിലൂടെ കെട്ടിയിട്ട് ഈ വണ്ടിയുടെ ബ്രേക്ക് പോയോണ്ട് ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് വർക്കാവണില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉണ്ട് വല്ല ഇടിയാവല്ലോ നടക്കണമെങ്കിൽ നമുക്ക് നല്ല ഇടി കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ബെൽറ്റ് എന്തായാലും വണ്ടിക്ക് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, വണ്ടിയുടെ കൺട്രോൾ കണ്ട ചെറുതായിട്ട് പോകുന്നുണ്ട്. എൻ്റെ മോനെ, ഇതെന്താണ് ഗൈസ് ബ്രേക്ക് ഇട്ടത്? വണ്ടി നൈസായിട്ട് മറിഞ്ഞേക്കാണ്. എൻ്റെ മോനെ, വണ്ടിയുടെ കൺട്രോൾ പോയിട്ട് എൻ്റെ ഒമ്പോ, നമ്മൾക്ക് വണ്ടി ബ്രേക്ക് കിട്ടിയില്ല, അവിടെ കൊണ്ട് ഇടിക്കുകയും ചെയ്ത്. എൻ്റെ ഒമ്പോ, ഇവിടെ ഇപ്പോൾ വണ്ടി കൺട്രോൾ ഇല്ലാതെ പോവുകയാണ്. ഇതെങ്ങോട്ടാണ് പോണതെന്ന് എനിക്കൊരു പിടിയും തന്നെ ഇല്ല. എൻ്റെ അമ്പോ, എൻ്റെ അമ്പോ, എൻ്റെ അമ്പോ ഗൈസ്, നല്ലൊരു ഇടിയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ,